ഈ രണ്ടു വെള്ളവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കണ്ടപ്പോ തന്നെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് എന്നും ഇങ്ങനെ തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സന്തോഷമാണ്. യൂട്യൂബ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ റോഷൻ ചേട്ടനായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ ഓൺലൈൻ കൂടി തന്നെയാണ് നല്ല വർക്കും കാര്യങ്ങളും എല്ലാം ഒക്കെ ആയിട്ട് നമ്മ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഓക്കെ തന്നിട്ടുണ്ട്. സംഭവം. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സൈറ്റിൽ നിന്ന് തിരുത്തിപ്പുറത്താണ്. തിരുത്തിപ്പുറം എന്ന് പറയുമ്പോൾ നമ്മുടെ ജപമാല രാജ്ഞി ചർച്ചിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ സൈറ്റ് വന്നേക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലുള്ള വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ ഒരു 2 വർക്കുകൾ ഈ പരിസരത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വാട്ടർ പ്യൂരിഫയറിന്റെയും ഒരു വെസൽ ഫിൽട്രേഷന്റെ വർക്ക് നമ്മൾ അടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിന് മുന്നേ നമ്മൾ വന്ന് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളവും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ അയൺ തന്നെയാണ്. അയണും അതേപോലെ തന്നെ pH-ന്റെ കുറച്ച് അഭാവമുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സോൾവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലുള്ള 13-14 ടാറ്റയുടെ വെസലിനാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ 25 NB MPV ആണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ 40-യുടെയാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചു വെച്ചത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഗ്രാവിറ്റി തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ലൈൻ എന്ന് പറയുമ്പോൾ 2 ഇഞ്ചിന്റെ ലൈൻ. ഞാനത് വഴിയെ കാണിച്ചു തരാം. 2/1 ആക്കിയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ നമുക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മേലെ ഫ്ലോറിൽ അപ്സ്റ്റെയറിൽ നമുക്ക് ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല. ആകെ 2 ബാത്റൂം മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല പ്രഷറും ഉണ്ട് ലൈനിൽ. അപ്പോൾ 2 ഇഞ്ചിന്റെ ലൈനാണ്. അപ്പോൾ നമുക്ക് 25 NB MPV മതി. ബാക്കി ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലടാ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ സൈറ്റിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു തരാം. സൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ വീട്. ജസ്റ്റ് ഒന്ന് വീട് കാണിച്ചിരുന്നേ. ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. പോയാ നമ്മുടെ മീഡിയാസ് ഒക്കെ നമ്മളിവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് എല്ലാ മീഡിയം വന്നിട്ടില്ല, ബാക്കിയൊക്കെ അവിടെയാണ്. അപ്പൊ നമുക്കിനി വെക്കേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമുക്ക് വെക്കേണ്ടത് കേട്ടോ. നമ്മളുടെ ലൈൻ ഈ ഇറങ്ങി വന്നിരിക്കുന്ന ലൈനാണ്. 2 ഇഞ്ചിന്റെ ലൈൻ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലുള്ള ആ ഒരു ഗ്രാവിറ്റി ഫിൽട്രേഷൻ ആണ്. നമ്മൾ വെസല് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ലാബിന്റെ പീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് നിരപ്പാക്കിയിട്ട് നമുക്ക് അതിന്റെ മേലെ കയറ്റി വെക്കണം. അപ്പൊ ഭിത്തിയോട് ചേർന്ന് നമ്മൾ കൊടുക്കുന്നില്ല. കാരണം ഇവിടെ 2 പൈപ്പ് വരുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് 45 കിട്ടി നമുക്ക് ഒതുക്കി എടുക്കാം. പക്ഷെ അധികം നമുക്ക് ബെൻഡും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കസ്റ്റമറുടെ ഡിമാൻഡും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒതുക്കി എടുക്കേണ്ട കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ കുറച്ച് പുറത്തേക്ക് ചാട്ടം വന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വെക്കാന്നാ പറയണം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ എവിടെയായാലും ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട്. കേരളത്തിൽ എവിടെയായാലും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഒത്തിരി കോഴ്സുകൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരുന്നുണ്ട്. നമ്മളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിൽ വളരെ സന്തോഷം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. ബൈ. നമ്മുടെ വെള്ളം എന്ന് പറയുമ്പോഴേ ഇതാണ് വെള്ളത്തിന്റെ കളർ. ശരിക്കും ക്ലിയർ ആവേണ്ട തന്നെ വിശ്വസിക്കുന്നു. എന്താ ഭയങ്കര ടർബിഡിറ്റിയും ലൈറ്റ് ആയിട്ടുള്ളൊരു മഞ്ഞപ്പുണ്ട്. വെള്ളം കളർ എന്ന് പറയുമ്പോൾ മഞ്ഞ കളറാണ്. അതാണ് നമ്മുടെ വെള്ളത്തിന്റെ കളർ. അപ്പൊ ഈ ഒരു വെള്ളത്തിന് നമുക്ക് ക്ലിയർ ആക്കി എടുക്കേണ്ടത്.
കൂടാതെ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മൾ വെസൽ ഫില്ല് ചെയ്തു, മീഡിയ എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം പ്ലംബിങ്ങിന്റെ വർക്കും കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇനി ബാക്ക് വാഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നേരെ നമുക്ക് ബാക്ക് വാഷിലേക്ക് പോവാം. പോയോ? അപ്പൊ കൂടാതെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാ, നമ്മള് ബാക്ക് വാഷ് ഒക്കെ കഴിഞ്ഞു, ലൈനൊക്കെ നമ്മൾ ചാർജ് ചെയ്തു, എല്ലാം നോർമലാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പ്രഷറും അതേപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ ക്വാളിറ്റിയും ഞങ്ങൾ എടുത്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്യും, റോ വാട്ടർ എന്തായിരുന്നു, ഇപ്പോഴത്തെ പ്രൊഡക്റ്റ് എന്താണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ കസ്റ്റമറുടെ അഭിപ്രായം ചോദിക്കാം, അത് പിന്നീടത്തെ കാര്യം. അപ്പൊ ആദ്യം ഞാൻ ഒന്ന് നമ്മളുടെ വെള്ളത്തിന്റെ സാമ്പിൾ എടുത്ത് നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ റോ വാട്ടർ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വെള്ളം അടിയിൽ സെറ്റ് ചെയ്തതായതുകൊണ്ടാ അയണിന്റെ സാന്നിധ്യം കാണാൻ പറ്റണ്ട വീഡിയോയില്. അപ്പൊ ഇത്രയും അഴുക്ക് വന്ന് അടിയിൽ അയൺ വന്ന് ഊറി വീണത്, എന്നിട്ടും വെള്ളം ഒരു മഞ്ഞ കളറാണ്. അപ്പോ ഇനി നമ്മുടെ പ്രൊഡക്റ്റ് എന്താന്ന് നോക്കാം. നോക്കിയാൽ മനസ്സിലാവും പ്രഷറിന്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പ്രഷർ അത്യാവശ്യം പ്രഷർ ഉണ്ട്. ഇപ്പൊ നമ്മൾ ലൈൻ ചാർജ് ചെയ്തേക്കാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് റോ വാട്ടർ എന്താണ്, പ്രൊഡക്റ്റ് വാട്ടർ എന്താണ്. കിട്ടണുണ്ടോ വീഡിയോയില്? അല്ല, കാണാൻ പറ്റുന്നില്ലേ വീഡിയോയില്? ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്, നല്ല കണ്ണീര് പോലെ ആയിട്ടുണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ. അതുപോലെ ഇത് നമ്മുടെ റോ വാട്ടർ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് താരതമ്യം ചെയ്താൽ മനസ്സിലാവും നമ്മുടെ ഫിൽട്രേഷൻ എത്രത്തോളം സക്സസ്ഫുൾ ആണ്. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റമർ വിളിക്കാം. കസ്റ്റമർ തന്നെ ചോദിച്ചു നോക്കാം. കസ്റ്റമർ എന്ന് പറയുമ്പോൾ മിസ്റ്റർ ജോ, അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ജോ ബ്രോ വരൂ, ഇവിടെ നിന്നോളൂ. നമ്മളുടെ ക്യാമറയിൽ കിട്ടണ്ടല്ലോ അല്ല അദ്ദേഹത്തിന്. അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞല്ല. അപ്പൊ നമ്മളുടെ വെള്ളം ആദ്യം ഒന്ന് എടുത്തു നോക്കാം. എന്താണ് അഭിപ്രായം? വെള്ളം ഈ രണ്ട് വെള്ളം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കണ്ടപ്പോ തന്നെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് എന്നും ഇങ്ങനെ തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹം. ഇത് എന്തായാലും ക്ലിയർ ആയി. എന്തായിരുന്നു നമ്മുടെ വെള്ളത്തിന് കുഴപ്പം? എന്തായിരുന്നു കുഴപ്പം? നല്ലൊരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു. പയം കണ്ടന്റ് ഉണ്ട്. വെള്ളം പരിശോധിപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സന്തോഷമാണ്. ഓക്കെ, പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. അതുപോലെ പൈപ്പ് ലൈനിലെ പ്രഷറും വലിയ വ്യത്യാസം കൊടുത്തിട്ട് ഓൾറെഡി നമ്മൾ ലൈൻ വന്നത് 2 ഇഞ്ചിന്റെ അപ്പൊ നമ്മൾ 2 കിലോ ഒന്നാക്കി. കാരണം മേലോട്ട് നമുക്ക് ഫ്ലോ ഇതൊന്നുമില്ല, ബാത്റൂം ആകെ 2 ബാത്റൂമേ ഉള്ളൂ. ഇപ്പൊ നമ്മളിവിടെ ഷവർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ടാപ്പിലേക്ക് സഫീഷ്യന്റ് എന്താണ് ആവശ്യത്തിന് കൂടുതൽ പ്രഷർ ഉണ്ട് നിലവില്. അപ്പൊ നമുക്ക് ഷവർ ഒന്നുമില്ലല്ലോ, അപ്പൊ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. എന്താണ് നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് ആൾക്കാർ യൂട്യൂബ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ റോഷൻ ചേട്ടനായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ ഓൺലൈൻ കൂടി തന്നെയാണ് നല്ല വർക്കും കാര്യങ്ങളും എല്ലാം ഒക്കെ ആയിട്ട് നമ്മ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഓക്കെ ആയി തന്നിട്ടുണ്ട്. സന്തോഷം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൾ ഓവർ കേരള കേട്ടോ, അതായത് നമ്മുടെ ഏരിയ മാത്രമല്ല, എറണാകുളം തൃശ്ശൂർ ഡിസ്ട്രിക്ട് മാത്രമല്ല, ഓൾ ഓവർ കേരള നമ്മളെല്ലാ സ്ഥലത്തും കേരളത്തിൽ എല്ലാവരും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യും. സർവീസ് മീൻസ് നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. അപ്പൊ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ വീഡിയോയിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എപ്പോഴും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ വർക്ക് എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കട്ടെ. വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ മറക്കാതെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോസും ഇനി വരുന്നുണ്ട് വീഡിയോസൊക്കെ പോയി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.